പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, CUET ജനറൽ പേപ്പറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വെൻ ഡയഗ്രം ഉപയോഗിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. ഒരു സാഹചര്യത്തെ ചിത്രത്തിൻ്റെ സഹായത്താൽ നിങ്ങളെ പരിചയപ്പെടുത്തിയതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വെൻ ഡയഗ്രം എന്ന ഭാഗത്ത് നിന്ന് നിങ്ങളോട് ചോദിക്കുന്നത്. നമുക്കൊരു ചോദ്യം പരിചയപ്പെടാം. Identify the region that represents students who study biology and computer but not mathematics. നിങ്ങൾ സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ അതിൽ 3 വൃത്തങ്ങൾ തന്നിട്ടുണ്ടാവും. അതിലൊരു വൃത്തം മാത്തമാറ്റിക്സ് സ്റ്റുഡൻസിനെയും, മറ്റൊരു വൃത്തം ബയോളജി സ്റ്റുഡൻസിനെയും, മറ്റൊരു വൃത്തം കമ്പ്യൂട്ടർ സ്റ്റുഡൻസിനെയും സൂചിപ്പിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് വൃത്തത്തിനുള്ളിലെ സംഖ്യകൾ നിങ്ങൾ പരിശോധിക്കുക. നിങ്ങളോട് ചോദിച്ച ചോദ്യം, എത്ര കുട്ടികളാണ് ബയോളജിയും കമ്പ്യൂട്ടറും പഠിക്കുന്നത്, എന്നാൽ അവർ മാത്തമാറ്റിക്സ് പഠിക്കാത്തവരായിരിക്കണം? ഹൗ മെനി സ്റ്റുഡൻസ് ഹു സ്റ്റഡി ബയോളജി ആൻഡ് കമ്പ്യൂട്ടർ ബട്ട് നോട്ട് മാത്തമാറ്റിക്സ്? ഈ ചിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, മാത്തമാറ്റിക്സ് പഠിക്കാത്ത എന്നാൽ ബയോളജിയും കമ്പ്യൂട്ടറും മാത്രം പഠിക്കുന്നത് 7 കുട്ടികളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 7 എന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ചിത്രത്തിൻ്റെ സഹായത്താൽ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ്. മറ്റൊരു ചോദ്യം പരിചയപ്പെടാം. Given below are 3 figures which represent graduates, postgraduates, officers. Which part represents all the officers who are graduates and postgraduates? ഇവിടെ തന്നിട്ടുള്ളത് 3 വൃത്തങ്ങൾ. ഒരു വൃത്തം ഗ്രാജുവേറ്റ്സ് എന്നതിനെ സൂചിപ്പിക്കുന്നു, മറ്റൊരു വൃത്തം പോസ്റ്റ് ഗ്രാജുവേറ്റുകളെ സൂചിപ്പിക്കുന്നു, മൂന്നാമത്തേത് ഓഫീസേഴ്സിനെ സൂചിപ്പിക്കുന്നു. നമ്മളോട് ചോദിച്ചത് വിച്ച് പാർട്ട് റെപ്രസെൻറ്റ്സ് ഓൾ ദ ഓഫീസേഴ്സ് ഹു ആർ ഗ്രാജുവേറ്റ്സ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്ര ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഏത് ഭാഗമാണ് ഓഫീസേഴ്സ് ആയിരിക്കണം, ആ ഓഫീസേഴ്സ് ഗ്രാജുവേറ്റ്സും അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ്സും ആയിരിക്കണം. ഈ 3 എണ്ണവും ഒരുമിച്ച് വരുന്ന ഭാഗം എന്ന് പറയുന്നത് ജി എന്ന് അടയാളപ്പെടുത്തിയ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ജി ആയിരിക്കും. ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണ് വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം കൂടി നമുക്ക് പരിചയപ്പെടാം. ദ ഡയഗ്രം റെപ്രസെൻറ്റ്സ് ദ സ്റ്റുഡൻസ് ഹു ആർ സിംഗേഴ്സ്, ഡാൻസേഴ്സ് ആൻഡ് പോയറ്റ്സ്. സ്റ്റഡി ദ ഡയഗ്രം ആൻഡ് ഐഡൻറ്റിഫൈ ദ റീജിയൻ which represents the students who are both poets and singers but not dancers. 3 ചിത്രങ്ങൾ സിംഗേഴ്സ്, ഡാൻസേഴ്സ്, പോയറ്റ്സ് എന്ന രീതിയിൽ തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏത് ഭാഗമാണ് സ്റ്റുഡൻസ് ഹു ആർ ബോത്ത് പോയറ്റ്സ് ആൻഡ് സിംഗേഴ്സ് ബട്ട് നോട്ട് ഡാൻസേഴ്സ്. പോയറ്റ്സും സിംഗേഴ്സുമായ സ്റ്റുഡൻസ് ഡാൻസേഴ്സ് അല്ലാത്തത് എന്ന രീതിയിൽ നമ്മൾ ചിത്രത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, സിംഗേഴ്സ് അതുപോലെ പോയറ്റ്സ് എന്ന ഭാഗം ടി എന്ന് അടയാളപ്പെടുത്തിയ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ടി എന്ന് പറയുന്ന ബി എന്ന ഓപ്ഷനായിരിക്കും. ഇതുപോലെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ ലളിതമായി നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തു നോക്കാനായി ഒരു വെൻ ഡയഗ്രം ഇവിടെ തന്നിട്ടുണ്ട്. ഈ വെൻ ഡയഗ്രം നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരൊറ്റ വെൻ ഡയഗ്രം ഉപയോഗിച്ചിട്ടാണ് ഇതിൽ തന്നിരിക്കുന്ന നിങ്ങൾക്ക് ചെയ്തു നോക്കാനുള്ള എല്ലാ ചോദ്യങ്ങളും തന്നിട്ടുള്ളത്. 5 ചോദ്യങ്ങൾ ഈ വെൻ ഡയഗ്രവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുണ്ട്. ആ 5 ചോദ്യങ്ങളും ഈ തന്നിട്ടുള്ള വെൻ ഡയഗ്രം പരിശോധിച്ച് ഉത്തരം എഴുതാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം ചോദ്യം കൃത്യമായി വായിച്ച് ചിത്രം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ഉത്തരം എഴുതാൻ ശ്രമിക്കുക.
ഉത്തരം എഴുതിയതിന് ശേഷം നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയാണോ എന്ന് പരിശോധിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.